ഡൊബ്രിഡൻ ഫ്രാൻസ്. അപ്പം നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇത്ര രാജ്യങ്ങൾക്കിടയിൽ നമ്മൾ എന്തുകൊണ്ട് ചെക്ക് സെലക്ട് ചെയ്യണമെന്ന്. അതിൻ്റെ ഒരു തുടർ വീഡിയോ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പോലെ എന്തുകൊണ്ട് ചെക്ക് സെലക്ട് ചെയ്യണമെന്ന് ഇപ്പോൾ ഒരു 5 പോയിന്റ് പറഞ്ഞ് നമ്മൾ നിർത്തിയിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി തുടർന്ന് കാണണേ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നമ്മളോട് അൽസൻ ബ്രോ തന്നെ പറഞ്ഞു തരും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 5ഓളം പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്നുള്ളത്. നമ്മളിത് സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം എല്ലാവരും മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുള്ളൂ. കാരണം നമ്മൾ പറയുന്നത് അവർക്കായാലും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ചെക്കിലേക്ക് വന്നാൽ മതി എന്നാണ് നമ്മൾ എപ്പോഴും സ്റ്റാൻഡ് എടുക്കാറ്. നമുക്ക് കുറേ ഇല്ലാത്ത അവകാശവാദങ്ങളൊന്നും പറയേണ്ട ഒരാവശ്യം നമ്മൾക്കില്ല ആസ് ഓഫ് നൗ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പോയിന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ചെക്കിൻ്റെ. ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. പിന്നെ അതേപോലെ തന്നെ വേൾഡ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസുകൾ, ഇപ്പോൾ QS റാങ്കിങ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പല ഗ്ലോബൽ റാങ്കിങ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലുള്ള യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ചാൾസ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ചെക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ചെക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ലൈഫ് സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ VSC ആയിക്കോട്ടെ, അങ്ങനെ പല പബ്ലിക് യൂണിവേഴ്സിറ്റികളും നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര വേൾഡ് റാങ്കിങ് ആണ്. പിന്നെ അതേപോലെ തന്നെ സ്കോഡ് ഔട്ട് യൂണിവേഴ്സിറ്റി ആയാലും ശരി, ഒരു ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയത് കാരണം അതിന് ജോബ് പൊട്ടൻഷ്യൽസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസുകളാണ് ഇവിടെ പൊതുവേ ഉള്ളത്. പിന്നെ മോറോവർ നമ്മൾ എപ്പോഴും കുട്ടികൾക്കുള്ള ഒരു കൺസേൺ ആണ്, ഇപ്പോൾ യൂറോപ്പിൽ വരുമ്പോൾ ജീവിത ചെലവ് ഭയങ്കര കൂടുതലായിരിക്കും എന്നുള്ളത്. മോറോവർ ചെക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ചെക്ക് ഇത്രയും ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ പോലും ഇവിടുത്തെ റെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡിന്റെ എക്സ്പെൻസ് ആയിക്കോട്ടെ, ട്രാവലിംഗ് എക്സ്പെൻസ് ആയിക്കോട്ടെ, മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവാണ്. പക്ഷെ ഒബ്വിയസ്ലി റെന്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. റഷ്യ യുക്രൈൻ വാറൊക്കെ വന്നപ്പോൾ, ഫ്യൂവൽ ക്രൈസിസ്, എനർജി ക്രൈസിസ് ഒക്കെ വന്നപ്പോൾ എനർജി പ്രൈസസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നത് കാരണം കുറച്ച് ഹൈ ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റുഡൻസിനൊക്കെ സംബന്ധിച്ച് അവർ സ്റ്റുഡൻറ് ഡോംസിലൊക്കെ ആയിരിക്കും. അതിപ്പോഴും ഭയങ്കര ഹൈക്കിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല. സ്റ്റിൽ അഫോർഡബിൾ ലിവിങ് ആണ്. ഇപ്പോൾ നാട്ടിലത്തെ ഒരു 25,000 to 30,000 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാം. എട്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് എന്തുകൊണ്ട് ചെക്ക് ചൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറയുകയാണെങ്കിൽ, ചെക്ക് യൂറോപ്യൻ യൂണിയൻ്റെ പിന്നെ അതേപോലെ തന്നെ ഷെങ്കൻ കൺട്രിയുടെയും ഭാഗമാണ്. യൂറോപ്യൻ യൂണിയനിൽ 2004 മുതലുണ്ട്, ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെങ്കൻ കൺട്രിയിലുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 29 രാജ്യങ്ങളിലേക്ക് നമുക്ക് വിതൗട്ട് വിസ നമുക്ക് ട്രാവൽ ചെയ്യാം. പിന്നെ മോറോവർ ചെക്ക് യൂറോപ്പിന്റെ ഹേർട്ടിലാണ്. ഇവിടുന്ന് ഇപ്പോൾ പലയിടത്തേക്കും പോകാൻ, ഇപ്പോൾ ജർമ്മനി ആയിക്കോട്ടെ, ഓസ്ട്രിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോളണ്ട് ആയിക്കോട്ടെ, സ്ലോവേക്കിയ ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ട്രെയിനും ബസ്സും അല്ലെങ്കിൽ നമുക്ക് കാർ ഡ്രൈവ് ചെയ്തിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് എത്താവുന്നതാണ്. അപ്പോൾ ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. യൂറോപ്പിന്റെ ഹൃദയമാണ് ചെക്ക് റിപ്പബ്ലിക്. പിന്നെ അടുത്തത് നമുക്ക് 9ാമത്തേതൊക്കെ ആയിട്ട് പറയണമെങ്കിൽ ഇവരെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതായത് ഒരു രാജ്യത്തിന്റെ വികസന സൂചിക ചെക്ക് ചെയ്യുന്ന ഒരു ഘടകമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അതെന്ന് പറഞ്ഞാൽ 0.89 ആണ്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ റാങ്കിങ് ഉള്ള രാജ്യം എന്ന് പറഞ്ഞാൽ നോർവേ ആണ്. നോർവേയുടെ ഒക്കെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ചെക്ക് റിപ്പബ്ലിക് വരുന്നത്. അപ്പോൾ അത്രയും വികസനങ്ങളൊക്കെ ഉള്ളത് കാരണമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും കാര്യങ്ങളൊക്കെ, അതായത് GDP പെർ ക്യാപിറ്റ ഇതൊക്കെ ഹൈ ആവുമ്പോഴാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും എപ്പോഴും ഹൈ ആവുക. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ആളോഹരി വരുമാനമൊക്കെ അത്യാവശ്യം കൂടുതലുള്ള നാട് തന്നെയാണ് ചെക്ക് റിപ്പബ്ലിക്. ഇപ്പൊ നമുക്ക് 10ാമത്തെ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു കൾച്ചറലി റിച്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹെറിറ്റേജ് വൈസ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പ്രകാരം 17ഓളം സൈറ്റുകൾ ചെക്ക് റിപ്പബ്ലിക്കിൽ തന്നെ 1993 ശേഷം ചെക്കോസ്ലോവേക്കിയ പാർട്ടീഷന് ശേഷം അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൾച്ചറലി ആയാലും ഒക്കെ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും, ഒരു ഫുഡ് ആയിക്കോട്ടെ, ട്രഡീഷൻസ്, കൾച്ചർ, ഇതൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പല പല ഫെസ്റ്റിവൽസും പല പല ഫെസ്റ്റിവൽ മാർക്കറ്റ്സും ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ട്രാവലൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന 10ഓളം കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഏത് കൺട്രി ചൂസ് ചെയ്യുമ്പോഴും പല പല ഫാക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മളിതെല്ലാം പല ഡാറ്റയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവർക്ക് ഉള്ളൊരു എപ്പോഴുള്ള ഡൗട്ടാണ് ഏത് രാജ്യം ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ എന്തിന് ചെക്ക് ചൂസ് ചെയ്യണം എന്നുള്ളത്. അത് നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മൾ ആൽസൈഡ് ബ്രോ എന്തായാലും വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ബ്രോ ഒരു താങ്ക്സ് ഉണ്ട്.
അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്കും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇനി ചെക്കിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഹൗസ് കൺസൾട്ടൻസിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നെക്സ്റ്റ് കാണാം.